ഈ പോകുന്ന മീനിൻ്റെ അവസ്ഥ എന്തുവെന്ന് കാണണ്ടേ? നമ്മളെ ഫുൾ വീഡിയോയിലൊന്ന് കാണാം മീനിൻ്റെ അവസ്ഥ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു മരത്തിൻ്റെ മണ്ടയിരുന്ന് വാക അടിച്ചില്ലേ? അതുകൊണ്ട് ഈ കാണുന്നത് ഒരു തടി ചാഞ്ഞു കിടക്കുന്നുണ്ടോ? അതിൻ്റെ മണ്ട കയറി നമ്മളൊരു ചേറാനെ അടിച്ചെടുത്തത്. ആ സ്പോട്ടിൽ വന്നത് ഇവിടെ ഒന്നുമില്ല, ഒന്നും കണ്ടില്ല. നല്ല അടിപൊളിയൊരു വാഹയായിരുന്നു. എന്തായാലും ഒന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്ക്, അറിയാം. ഫിഷിംഗ് എല്ലാം കഴിഞ്ഞ് ഇനി വീട്ടിൽ പോവാം, സമയം ഒരുപാടായി. പട്ടി മടന്നു. ഇവിടുന്ന് അടിപൊളി ഒരു കരിമീൻ നിൽക്കുന്നുണ്ട്. ആ ഫ്രണ്ടിൽ കിടക്കുന്ന മുളയാണ്. ആ മുളയോട് ചേർന്ന് നിൽക്കുക. കൊള്ളുമെന്നറിയത്തില്ല. എന്തായാലും മുളയ്ക്കെങ്കിൽ മുളയ്ക്കെന്ന് പറഞ്ഞാൽ അടിച്ചാടി എന്തായാലും കറക്റ്റ് കൊള്ളും. നല്ല സൈസുള്ളൊരു കരിമീനും എനിക്കൊരു പണിയും തന്നത്. ഒറ്റൊരടിയായിരുന്നു, പെട്ടെന്നുള്ള അടിയായിരുന്നു. ഞാൻ വെച്ചാൽ മുളയെ തന്നെ കൊള്ളുമെന്ന്. പക്ഷേ അതുകൊണ്ടോ തൊട്ടില്ലെന്നും പറഞ്ഞാണ് പോയത്. അത് ഒന്ന് ആ ചപ്പിനകത്തെല്ലാം കൂടെ കയറി കുരുങ്ങി. ഇവിടെയൊക്കെ നല്ല ആഴമുള്ള ഭാഗം കേട്ടോ. ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേഞ്ചർ പിടിച്ച ഭാഗങ്ങളായതുകൊണ്ട് ഒറ്റക്കേ ഉള്ളു, എന്തും സംഭവിക്കാം. അതൊക്കെ വീണ് കഴിഞ്ഞാൽ അവിടെ കിടക്കത്തേ ഉള്ളു. നിലവിളിച്ചാലൊന്നും കേൾക്കത്തില്ല, കാരണം അടുത്തൊന്നും ആൾ താമസമില്ല. അത്രയും കാടാ, അതിനകത്തുള്ള അഭ്യാസങ്ങളായി കാണിക്കുന്നത്. പിന്നെ ഒരേ വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ നിൽക്കുന്നേ ഉള്ളു. പേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പണി നടക്കത്തില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ നമ്മളെ ശ്രദ്ധ, പുറമോട്ടൊക്കെ ഒരു ചെറിയൊരു ശ്രദ്ധ നമ്മൾ കൊടുക്കുന്നുണ്ട്. എൻ്റെ അമ്മച്ചിയെ ഒരു കരിമീൻ എടുക്കാൻ എന്തെല്ലാം പാടാണ് നോക്കുന്നത്. ഉടനെ കൂടിയാണ് അതിനകത്തും കണ്ടായിരുന്നു. പാടക്കം കഴിഞ്ഞ് നമുക്ക് കയ്യക്കായുണ്ട്. ഊരിപ്പോയില്ല എന്തായാലും. കൊണ്ടുവരുന്ന ഞാൻ വെച്ച് കൊണ്ടില്ല, ചെകളെ കൂടെ കയറിപ്പോയി. പൊന്നെ ഇത്രയും വലിയ നല്ല ഹൈറ്റ് ഉണ്ട് ഞാൻ നിൽക്കുന്നത്. അവിടെ നിന്ന് നോക്കിയപ്പോൾ ഞാൻ നല്ല സൈസുള്ള വാഹയെന്നും പറഞ്ഞ് അടിച്ചതാണ്. 2 വാഹ അടിച്ചത് ചെറുതായിപ്പോയി. ഞാനാ പിടിച്ച 2 വാഹ ഒരാളെ ഇന്ന് ചൂണ്ടയിട്ടായിരുന്നു. ആ പുള്ളിക്കാരന് കൊടുത്ത 2 എണ്ണത്തിന്. ഞാൻ കൊണ്ടുപോകാൻ നിന്നില്ല, ചെറുതായതുകൊണ്ട് ഞാൻ എടുത്തില്ല.
ചെറിയ ഭാഗം അടിച്ചു വെച്ചു. ഇനി പോകുന്നത് കടപുഴ പാലത്തിൻ്റെ അടിയിലാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ഇച്ചിരി അപകടം പിടിച്ച ഏരിയ, ഒറ്റയ്ക്കേ ഉള്ളു അപകടം പിടിച്ച ഏരിയ. അതാ പേടി, ഇച്ചിരി പേടിയാണ് അവിടെ. കാരണം അവിടുത്തെ പേടിക്കേണ്ട സ്ഥലമാണ്. ഒരു അന്തരീക്ഷമൊക്കെ മോശം അവിടെ. ഒരു മൂകാപ്പ് പിടിച്ചത്, ഇരുട്ട് മൂടിയ ഒരു പാവമൊക്കെ, ആളനക്കവും ഒന്നുമില്ലാത്ത പാവങ്ങളാണ്. കൂടെ ഒരാളോട് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കതിനെ കിട്ടിപ്പോയനെ. പക്ഷെ എന്തോ ചെയ്യാൻ, ഇത് അടി കൊണ്ടോ ആളില്ല. ഞാൻ നിൽക്കുന്ന അടിയിലോട്ടൊരു പൊള്ളയാണ്, അതിൻ്റെ കീഴിലോട്ട് കയറി എന്തോത്തിലോ ഉടക്കി പൊട്ടിപ്പോയെല്ലാം ഊരി വന്നേത്. പക്ഷെ അത്രയും വിഷമം. നല്ലൊരു നീലവാഹയായിരുന്നു, ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു, കുഞ്ഞുങ്ങളായിട്ടൊന്നും വന്നതല്ല. അതുകൊണ്ട് ഇതിനകത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒറ്റയ്ക്ക് വന്നതാണ്. നോക്കിയാണെന്നാ വരുന്ന കാണിച്ചു തരാം. അപ്പം കണ്ടോ, അത് അടി കൊണ്ട് ഉടനെ ആ കാട്ടിൻ്റെ ഇടയിലോട്ട് കയറിപ്പോയി. മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര കുഴിയാണ് അവിടെ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിൻ്റെ അടിയിലോട്ടൊരു പൊള്ളയെ കയറിപ്പോയി. അത് പോയി, നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയത്. അയ്യോ, ഓക്കെ. അത് വളർന്നു. നിങ്ങൾക്ക് വേണ്ടുന്ന സാധനമാണോ ഇത്? കഴിക്കേണ്ട സാധനമാണോ ഇത്?